ഹലോ, വെൽക്കം ബാക്ക് ടു താഷിൻസ് കോർണർ. എല്ലാവർക്കും താഷിൻസ് കോർണറിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിന സിയാദ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 10ാം ക്ലാസ്സുകാരുടെ പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് സത്യജിത് റേയുടെ. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ടെക്സ്റ്റിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ഇഫ് യു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദി ഫസ്റ്റ് ടൈം, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഇഫ് യു ഫൈൻഡ് ദ വീഡിയോസ് ഇൻഫോർമേറ്റീവ്, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. So moving to the first question. Do you know that a paragraph normally contains a topic sentence in it? It is general in nature and can be anywhere in the paragraph. The other sentences in the paragraph support, prove, give examples and present additional information on the topic sentence. എന്താ പറയുന്നത്? യെസ്, ഒരു പാരഗ്രാഫിൽ നോർമലി ഒരു ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടാവും. എന്താണോ വിഷയം അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ ഒരു ടോപ്പിക് സെൻറ്റൻസ് ഒരു പാരഗ്രാഫിൽ ഉണ്ടാകുന്നു. ജനറലി അത് ഉണ്ടാവുന്നത് എവിടെയാണ്? യെസ്, അത് എവിടെയും ഉണ്ടാകാം. എനിവെയർ ഇൻ ദ പാരഗ്രാഫ്. ദി അതർ സെൻറ്റൻസസ് ഇൻ ദ പാരഗ്രാഫ് സപ്പോർട്ട്, പ്രൂവ്, ഗിവ് എക്സാമ്പിൾസ് ആൻഡ് പ്രസൻറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ. യെസ്, മറ്റ് പാരഗ്രാഫുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ്, ആ ഒരു ടോപ്പിക് സെൻറ്റൻസിനെ ബലം കൂട്ടാൻ, സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറച്ച് അഡീഷണൽ സെൻറ്റൻസസ് അല്ലെങ്കിൽ അഡീഷണൽ എക്സാമ്പിൾസ്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള എക്സാമ്പിൾസ് ഇന്നതൊക്കെ ആ അടുത്ത സെൻറ്റൻസസിൽ അല്ലെങ്കിൽ അടുത്ത പാരഗ്രാഫ്സിൽ ഉണ്ടാകും. Identify the topic sentence in the first paragraph. How many examples are given to support the topic sentence? What are they? Yes, അപ്പോൾ പ്രൊജക്റ്റ് ടൈഗർ എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഉള്ള ടോപ്പിക് സെൻറ്റൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്താണ്? യെസ്, ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ വന്നിട്ടുള്ളത്? No one can beat Hollywood when it comes to making films with animals in them. അതാണ് ആ ഒരു പാരഗ്രാഫിലെ ടോപ്പിക് സെൻറ്റൻസ്. യെസ്, മൃഗങ്ങളെ വെച്ച് ഫിലിം ചെയ്യുകയാണെങ്കിൽ ഹോളിവുഡിനെ വെല്ലാൻ, ഹോളിവുഡിനെ പരാജയപ്പെടുത്താൻ ആരും തന്നെ ഇല്ല എന്നതാണ് ഫസ്റ്റ് പാരഗ്രാഫിലെ ടോപ്പിക് സെൻറ്റൻസായിട്ട് വരുന്നത്. എങ്ങനെയും ഒരു പാരഗ്രാഫിൽ ഒരു ടോപ്പിക് സെൻറ്റൻസ് നിർബന്ധമായിട്ടും ഉണ്ടാകും. ദെൻ ദി അതർ ക്വസ്റ്റ്യൻ എന്താണ്? എക്സാമ്പിൾസ് ആണ്. അതിനെ പ്രൂവ് ചെയ്യുന്ന എക്സാമ്പിൾസ്. ഹൗ മെനി എക്സാമ്പിൾസ് ആർ ഗിവൺ ടു സപ്പോർട്ട് ദ ടോപ്പിക് സെൻറ്റൻസ്? ഈ ഒരു ടോപ്പിക് സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ള കുറച്ച് എക്സാമ്പിൾസ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അതേതൊക്കെയാണ്? യെസ്, there are 2 examples to support the topic sentence. ഏതൊക്കെയാണ്? I remember films in my childhood that had an Alsatian called Rin Tin Tin. Rin Tin Tin എന്ന് പറയുന്ന ഒരു അൽസേഷ്യൻ ഡോഗ് ഫിലിമിൽ ആക്ട് ചെയ്തതിനെ കുറിച്ച് ആണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ആ ഒരു സെൻറ്റൻസ് ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ടോപ്പിക് സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ തരുന്ന സെൻറ്റൻസാണ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് എന്താണ്? ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 അതർ ഫിലിംസ് വിത്ത് എ കോളി കോൾഡ് ലാസി. യെസ്, കോളി എന്ന് പറയുന്ന മറ്റൊരിനം നായ്ക്കളുടെ അല്ലെങ്കിൽ എക്സാമ്പിളാണ് പറയുന്നത്. ലാസി എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇനം ഡോഗിനെ വെച്ച് ഫിലിം എടുത്തിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടിയാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ടൈപ്പ് ചെയ്തിട്ട് എഴുതിയിട്ട് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയൊരു സിസ്റ്റത്തോട് ഞാൻ യോജിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ലെക്ചർ പറയുന്ന സമയത്ത് ലെക്ചർ നോട്ട്സ് എഴുതിയെടുത്തിട്ട് അത് സ്റ്റുഡൻസിൻ്റേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാത്ത പക്ഷം നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കോപ്പി ചെയ്തിട്ട് അത് ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനോട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഒരു മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നേരെ മറിച്ച് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അത് നിങ്ങളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. സോ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സൈഡിൽ കൊടുക്കാത്തത്. ആൻസറായിട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ കൊടുക്കാത്തതിൻ്റെ റീസൺ അതാണ്.
ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ യു ഷുഡ് റൈറ്റ് യുവർ സെൽഫ്. To the second question, does the second paragraph introduce a new topic sentence? If not, what supporting detail about the animal actors of Hollywood do you get from this paragraph? Yes, രണ്ടാമത്തെ പാരഗ്രാഫ് ന്യൂ ടോപ്പിക് സെൻറ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇല്ല എങ്കിൽ എന്തൊക്കെ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ആണ് ആനിമൽ ആക്ടേഴ്സിനെ കുറിച്ച്, അതായത് ഹോളിവുഡിലെ ആനിമൽ ആക്ടേഴ്സിനെ കുറിച്ച് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ്? യെസ്, ദി സെക്കൻഡ് പാരഗ്രാഫ് ഡസ് നോട്ട് ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടോപ്പിക്. അത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ, പുതിയൊരു ടോപ്പിക്കൊന്നും സെക്കൻഡ് പാരഗ്രാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ വി ഗെറ്റ് ദി സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ദാറ്റ് ദ ആനിമൽ ആക്ടേഴ്സ് ആർ ട്രീറ്റഡ് വെരി റെവറൻ്റ്ലി ഇൻ ഹോളിവുഡ്. യെസ്, പിന്നെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? യെസ്, അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ആനിമൽ ആക്ടേഴ്സിന് കിട്ടുന്ന ബഹുമാനം, ആദരവ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അതൊരു ന്യൂ ടോപ്പിക് സെൻറ്റൻസ് ആണോ? അല്ല, മുന്നേ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് പാരഗ്രാഫിലെ ടോപ്പിക് സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അടുത്തതും. സോ ഹോളിവുഡിൽ ആനിമൽ ആക്ടേഴ്സിന് കിട്ടുന്ന ആദരവിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. അതൊരു ന്യൂ ടോപ്പിക് സെൻറ്റൻസ് അല്ല. വാട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് സ്റ്റാൻഡിൻസ്? സ്റ്റാൻഡിൻസ് എന്താണ് എന്നത് പാരഗ്രാഫിൽ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിൻസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ആക്ടറിന് വേണ്ടിയിട്ട് സെയിം ഫിസിക്കൽ ഫീച്ചറുള്ള മറ്റൊരു ആക്ടർ അല്ലെങ്കിൽ മറ്റൊരു ഹെൽപ്പർ ആയിരിക്കും അത്. സോ ഷോട്ടിന് മുന്നേ ക്യാമറയുടെയും ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് ഇന്നതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും റിയൽ ആയിട്ടുള്ള ആക്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റാൻഡിൻസ്. ഫിസിക്കലി റിയൽ ആക്ടേഴ്സിൻ്റെ അതേ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ സ്റ്റാൻഡിൻസിന് ഉണ്ടാകുക. സോ എന്താണ് സ്റ്റാൻഡിൻസിനെ കുറിച്ച് എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്? Yes, stand-ins show the cameraman how the very famous stars will walk and stay in a particular shot. ഒരു ഷോട്ടിൽ വെരി ഫേമസ് ആക്ടേഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവർ എങ്ങനെയൊക്കെ നടക്കും, എവിടെ നിന്ന് എവിടെ വരെ നടക്കും, എങ്ങനെ നടക്കും എന്നതൊക്കെ ക്യാമറ പേഴ്സൺസിന് പറഞ്ഞു കൊടുത്തിട്ട് ആ രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും. ആര്? സ്റ്റാൻഡിൻസ്. അത്തരം ആൾക്കാരാണ് സ്റ്റാൻഡിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പസിലിംഗ് ഇൻസിഡൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ പാരഗ്രാഫ് 3? എന്താണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള പസിലിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് എന്താണ്? യെസ്, സത്യജിത്ത് റായിനെ പസിൽ ചെയ്തൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ദ ക്യാമറാമാൻ ഇൻസ്ട്രക്റ്റഡ് ഓൾ ദി ആക്ടേഴ്സ് ടു ടേക്ക് ദെയർ പൊസിഷൻ. യെസ്, ഹോളിവുഡിൽ ഒരു ഫിലിമിൻ്റെ ഷൂട്ട് കാണാൻ പോയതാണ് അല്ലേ, ഡിസ്നി സ്റ്റുഡിയോയിൽ. അപ്പോൾ ആ സമയത്ത് ക്യാമറാമാൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാ ആക്ടേഴ്സിനോടും പൊസിഷനിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ ബട്ട് ദി ലാർജ് ഡോഗ് റിമൈൻഡ് വേർ ഇറ്റ് വാസ്. യെസ്, ഒരു വലിയൊരു ഡോഗായിരുന്നു ആ ഒരു ഫിലിമിലെ മെയിനായിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത്. പക്ഷേ ആ ഡോഗ് ഒന്നും മൈൻഡ് ചെയ്യാതെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നു. ആൻഡ് ദിസ് ഇൻസിഡൻറ്റ് പസിൽഡ് സത്യജിത്ത് റൈ. ആ ഒരു ഇൻസിഡൻ്റാണ് സത്യജിത്ത് റൈനെ ഏറ്റവും പസിൽ ചെയ്തത്. പസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഫീൽ കൺഫ്യൂസ്ഡ് ബിക്കോസ് ദേ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഒന്നും മനസ്സിലാകാത്ത സമയത്തുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ, അതിനെയാണ് പസിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസിഡൻറ്റ് ഷോസ് ദാറ്റ് ദി ആനിമൽ ആക്ടേഴ്സ് ഇൻ ഹോളിവുഡ് വെർ ട്രീറ്റഡ് വിത്ത് റെവറൻസ്? ഏത് ഇൻസിഡൻ്റാണ് ആനിമൽ ആക്ടേഴ്സിന് ഹോളിവുഡിലെ അത്രയും ഒരു ആദരവ് ലഭിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം? ഏത് ഇൻസിഡൻ്റാണ് നമുക്ക് പറയാൻ സാധിക്കുക? യെസ്, ദി ലാർജ് ഡോഗ് ഹാഡ് എ ഹ്യൂമൻ സ്റ്റാൻഡ്-ഇൻ കവേർഡ് ഇൻ എ ഡോഗ് സ്കിൻ. എ ഡ്വാർഫ് ഡിഡ് ദ വർക്ക് ഓഫ് ദ ഡോഗ് ഡ്യൂറിങ് ദ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. ദിസ് ഷോസ് ദാറ്റ് ദ ആനിമൽ ആക്ടേഴ്സ് വെർ ട്രീറ്റഡ് റെവറൻ്റ്ലി ഇൻ ഹോളിവുഡ്. അതായത് ഒരു ഹ്യൂമൻ ആക്ടറിന് സ്റ്റാൻഡിൻസ് ഉണ്ടാകുന്നത് പോലെ തന്നെ
ആനിമൽ ആക്ടേഴ്സിനും സ്റ്റാൻഡിൻസ് ഉണ്ട്. ആനിമൽ ആക്ടേഴ്സ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി. അതുവരെ ആനിമൽ ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് പകരം ഒരു ഡ്വാർഫിനെ നമ്മൾ കണ്ടു ഈ ഒരു ചാപ്റ്ററിൽ. സോ ദിസ് ഇൻസിഡൻറ്റ് ഷോസ് that animal actors were also treated as very important actors as equal as ഹ്യൂമൻ ആക്ടേഴ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആനിമൽ ആക്ടേഴ്സ് എന്നും ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫിലൊക്കെ പറയുന്നുണ്ട് ആനിമൽ ആക്ടേഴ്സിന് കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് സാധാ ഹ്യൂമൻ ആക്ടേഴ്സിന് ലഭിക്കുന്നതിനേക്കാൾ ഒട്ടും കുറവല്ല. സോ ദാറ്റ് സെൻറ്റൻസ് ഓൾസോ സേസ് ദാറ്റ് animal actors in Hollywood were treated with very much reverence. Okay, next question, what were the difficulties Alfred Hitchcock had to face while making the film ബേർഡ്സ് എന്ന ഫിലിം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആൽഫ്രഡ് ഹിച്ച്കോക്കിന് ഫേസ് ചെയ്യേണ്ടി വന്ന ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ട് എന്താണ്? ആൽഫ്രഡ് ഹിച്ച്കോക്ക് നീഡഡ് എ ലാർജ് നമ്പർ ഓഫ് ട്രെയിൻഡ് റേവൻസ്. അത് ബേർഡ്സിനെ വെച്ചെടുക്കുന്ന ഒരു ഫിലിമായതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബേർഡ്സ് വേണമായിരുന്നു. ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് ഏത് ടൈപ്പ് ഓഫ് ബേർഡ്സാണ്? റേവൻസ് ആണ്. ആൻഡ് വാരിയസ് അതർ ബേർഡ്സ്, മറ്റ് ബേർഡ്സും വേണമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദ ട്രെയിൻഡ് റേവൻസ് ഇൻ ലാർജ് നമ്പേഴ്സ്. റേവൻസ് എന്ന് പറയുന്നത് മലങ്കാക്കകളാണ്. മലങ്കാക്കകളെ ആ ഒരു സമയത്ത് ട്രെയിൻ ചെയ്യിച്ച മലങ്കാക്കകളെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഹിച്ച്കോക്കിന് വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത സ്റ്റെപ്സ് എന്തൊക്കെയാണ്? റേവൻസിനെ അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി ചെയ്ത സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അതാണ് അടുത്ത ചോദ്യമായി കൊടുത്തിട്ടുള്ളത്. ഹൗ ഡിഡ് ഹിച്ച്കോക്ക് മാനേജ് ടു ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് റേവൻസ് ഫോർ ഹിസ് ഫിലിം? അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് റേവൻസിനെ എങ്ങനെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? ഹി അഡ്വർടൈസ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കൊടുത്തു അല്ലേ? ആൻഡ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, എല്ലാ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ എല്ലാ ഭാഗത്തും അദ്ദേഹം കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസസ് പബ്ലിഷ് ചെയ്തു. ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാരണം അദ്ദേഹത്തെ ഒരാൾ കോണ്ടാക്ട് ചെയ്തു അല്ലേ? സംവൺ കോണ്ടാക്റ്റഡ് ഹിം ആൻഡ് കെയിം വിത്ത് ഓൾമോസ്റ്റ് 100 റേവൻസ്. 100 ട്രെയിൻഡ് റേവൻസിനെ കൊണ്ട് ഒരാൾ ഹിച്ച്കോക്കിനെ സമീപിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഡിഫിക്കൽട്ടി മറികടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് പ്രിറ്റി ഇംപ്രസീവ്? പ്രിറ്റി ഇംപ്രസീവ് എന്നൊരു ടേം ആ ടെക്സ്റ്റിലുണ്ട്. അത് എങ്ങനെയാണ്, എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സോ പ്രിറ്റി ഇംപ്രസീവ് എന്ന ഒരു സെൻറ്റൻസ് വന്നിരിക്കുന്നത് എവിടെയാണ്? If as many as 50 ravens are told to perch quietly in a row on a specified spot and if they obey, it is pretty impressive. പ്രിറ്റി ഇംപ്രസീവ് എന്ന് ആ വേർഡ് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ടേം ടെക്സ്റ്റ് ബുക്കിൽ ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുള്ളത് എന്തിനെയാണ്? റേവൻസിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന റേവൻസിനെ അദ്ദേഹം ഹിച്ച്കോക്ക് ഫിലിമിൽ അഭിനയിപ്പിക്കാൻ തുടങ്ങി, ആക്ട് ചെയ്യാൻ തുടങ്ങി. സോ അവർക്ക് കമാൻഡ് കൊടുത്ത സമയത്ത് അവർ 50 റേവൻസിനോട് ഒരു പ്രത്യേക സ്പോട്ടിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞ സമയത്ത് ദേ ഒബെയ്ഡ്. സോ ഇഫ് ദേ ഒബെയ്ഡ് ദാറ്റ്, അത് ഒരു മിണ്ടാപ്രാണികളായ പക്ഷികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ദാറ്റ്സ് ക്വൈറ്റ് പ്രിറ്റി ഇംപ്രസീവ് അല്ലേ? അത് ശരിക്കും അഭിനന്ദനാർഹമാണ് അല്ലേ? കാരണം ട്രെയിൻ ചെയ്ത ബേർഡ്സ് അത്രയെങ്കിലും ചെയ്തല്ലോ. ഈവൻ ദോ ദേ ആർ ravens, even though they are birds, they obeyed the command അല്ലേ? സോ it is termed as pretty impressive. അതായത് നല്ല രീതിയിൽ അവരത് ചെയ്തു. അവർ other than they didn't done any extra ordinary things, അവർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യമെങ്കിലും കറക്റ്റായിട്ട് ചെയ്തത് കൊണ്ട് സോ their actions are quite pretty impressive എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
that is sixth question. Identify the main topic of the article from paragraph 8. പാരഗ്രാഫ് 8-ൽ നിന്നും ഇമ്പോർട്ടൻറ്റ് മെയിൻ ടോപ്പിക്ക് കണ്ടെത്താനാണ് പറയുന്നത്. എന്താണ്? ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് ദ റിലേറ്റഡ് പ്രോബ്ലംസ് ഓഫ് ഷൂട്ടിംഗ് എ ഫിലിം വിത്ത് എ ടൈഗർ ഈസ് ദ മെയിൻ ടോപ്പിക് ഡിസ്ക്രൈബ്ഡ് ഇൻ പാരഗ്രാഫ് 8. ഒരു ടൈഗറിനെ ഒരു ഫിലിമിൽ കൊണ്ടുവന്ന് അതിനെ ആക്ട് ചെയ്യിച്ച് അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്ത് ഫിലിം മേക്കേഴ്സിൻ്റെ സ്ക്രിപ്റ്റിനനുസരിച്ച് ഒരു ടൈഗറിനെ ആക്ട് ചെയ്യിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്നതാണ് ഈ പാരഗ്രാഫ് 8-ൽ തന്നിരിക്കുന്ന മെയിൻ ടോപ്പിക്ക്. സോ ഐ ആം സേയിങ് സംതിങ് ഫോർ യു ബിഫോർ യു ഹിയർ ദിസ് ആൻസേഴ്സ്. നിങ്ങൾ ഈ ആൻസേഴ്സ് കേൾക്കുന്നതിന് മുന്നേ യു ഷുഡ് റെഫർ ദ ടെക്സ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അടുത്ത് തന്നെ വെച്ചിട്ട് പാരഗ്രാഫ് 8 എന്താണ് എന്ന് നോക്കി വായിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. lecture notes are not at all good. You should write the answers yourselves after reading the article 2 or 3 times. സിമ്പിൾ ആർട്ടിക്കിളാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. സോ that is better. That would be very much better if you read the article 2 or 3 times, and after that you must write the answers yourselves. Moving to the 7th question. What other details are given about the topic in the paragraph? ആ 8th പാരഗ്രാഫിൽ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അതർ ഡീറ്റെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് വിവരണങ്ങൾ എന്തൊക്കെയാണ് ടോപ്പിക്കിനെ കുറിച്ച് തന്നിട്ടുള്ളത്? യെസ്. Which film Ray wanted to shoot with a tiger, the story thread of the film, the scene in which the tiger was required, etc. അല്ലേ? എന്താണ് ചോദ്യം? എന്താണ് 8th പാരഗ്രാഫിൽ തന്നിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ടോപ്പിക്കിനെ കുറിച്ച് തന്നിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഹീ ഈസ് ടെല്ലിങ് അബൌട്ട് വിച്ച് ഫിലിം ഹി വാണ്ടഡ് ടു ഷൂട്ട് വിത്ത് എ ടൈഗർ. ഏത് ഫിലിമാണ് ടൈഗറിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യേണ്ടത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം. ഏത് ഫിലിമാണ്? യെസ്, ഗോപി ഗൈൻ ബാഗാ ബൈൻ അല്ലേ? ആ ഒരു ഫിലിമിനാണ് അദ്ദേഹത്തിന് ടൈഗറിനെ വേണ്ടിയിരുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ്. പിന്നെ എന്താണ്? ദ സ്റ്റോറി ത്രെഡ് ഓഫ് ദ ഫിലിം അല്ലേ? ഒരു കഥയാണ് പറയുന്നത്. ഏത് കഥയാണ്? യെസ്, നാട്ടിൽ നിന്നും രാജാവിനാൽ പുറത്താക്കപ്പെട്ട 2 ആൾക്കാർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ്, ഒരു ബാംബൂ ഗ്രോവ്. ആ ഒരു ബാംബൂ ഗ്രോവിൽ ടൈഗറിനെയും അവർ കണ്ടുമുട്ടുന്നുണ്ട്. അതാണ് സീൻ. ദ സീൻ ഇൻ വിച്ച് ദ ടൈഗർ വാസ് റിക്വയർഡ്. അവിടെയാണ് ടൈഗറിനെ അവർക്ക് ആവശ്യം അല്ലേ? സോ ദാറ്റ് ഓൾ തിങ്സ് ആർ സെറ്റ് ഇൻ ദാറ്റ് 8th paragraph. So moving to the 8th question. How did Ray manage to get a tiger? സത്യജിത് റോയ്ക്ക് എവിടെ നിന്നാണ് ടൈഗറിനെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്, he got the tiger from Bharat Circus. He contacted the Bharat Circus company and made arrangement with them to get the tiger for his film shooting. യെസ്, അദ്ദേഹത്തിൻ്റെ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഭാരത് സർക്കസിനെ കോൺടാക്റ്റ് ചെയ്തു. അവിടെ പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. എന്നിട്ടാണ് അദ്ദേഹത്തിന് ടൈഗറിനെ ലഭിക്കും എന്നൊരു ഉറപ്പ് കിട്ടിയത്. So that's all that question. Moving to the 9th question. What is the role of a ring master in a circus? സർക്കസിൽ റിംഗ് മാസ്റ്ററിന് ഉള്ള റോള് എന്താണ്? യെസ്, റിംഗ് മാസ്റ്ററിന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ഒരു പേരിലൊരു ഫിലിം തന്നെയുണ്ട് അല്ലേ, ദിലീപിൻ്റെ. യെസ്, എന്താണ് റിംഗ് മാസ്റ്ററിൻ്റെ റോള്? റിംഗ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസസ് ആൻഡ് മാനേജസ് ദ പെർഫോമൻസസ് ഇൻ എ സർക്കസ് ആൻഡ് ഓൾസോ ഹി ട്രെയിൻസ് ആൻഡ് കൺട്രോൾസ് ദി ആനിമൽസ്. യെസ്, ബാക്ക്ഗ്രൗണ്ടിലായാലും സ്റ്റേജിലായാലും റിംഗ് മാസ്റ്ററിൻ്റെ റോൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ട്രെയിനർ എന്ന് പറയുന്നത്, റിംഗ് മാസ്റ്റർ എന്ന് പറയുന്ന ആളാണ് ആനിമൽസിനെ ട്രെയിൻ ചെയ്തിട്ട് സർക്കസിലാണെങ്കിൽ സർക്കസ് അവതരിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തിക്കുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം അവിടെയും ആനിമൽസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പോകേണ്ട ഡിറക്ഷൻസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഹി ഓൾവേസ് ട്രെയിൻസ് ദ ആനിമൽസ് in the background and as well as in the stage also.
So, moving to the next question, what were the difficulties faced in bringing the tiger before the camera? യെസ്, ടൈഗറിനെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരാൻ ആയിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? യെസ്, റേ വാണ്ടഡ് എ നാച്ചുറൽ സീൻ ഇൻ വിച്ച് ദ ഹീറോസ് ഗോട്ട് ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് ഓഫ് ദി ടൈഗർ. എന്ന് വെച്ചാൽ സത്യജിത്ത് റായ്ക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? യെസ്, ആ ഒരു ഫിലിമിലെ രണ്ട് കഥാപാത്രങ്ങൾ, രണ്ട് ഹീറോസ് ടൈഗറിനെ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് കാണുന്നു. ആ ഒരു സീനായിരുന്നു വേണ്ടിയിരുന്നത് അല്ലേ? എന്നിട്ട് അവർ ഭയപ്പെടുന്നതായിരുന്നു സീന്. സോ ഹി ഡിഡ് നോട്ട് വാണ്ട് ദ ടൈഗർ ടു ബി ഫിലിംഡ് വിത്ത് ഇറ്റ്സ് ട്രെയിനർ ഓർ ആസ് ഇറ്റ് വാസ് ടൈഡ് എനിവർ. എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ടോ അല്ലെങ്കിൽ ട്രെയിനർ കമാൻഡ് ചെയ്യുന്നത് പോലെയോ ഒന്നുമല്ല വേണ്ടത്. ജസ്റ്റ് ടൈഗർ സിമ്പിളായിട്ട് നടക്കണം അല്ലേ? ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോസ് വന്നിട്ട് അവർ കണ്ടുമുട്ടുന്നു. അവർ രണ്ടുപേരും കൂടി ടൈഗറിനെ കണ്ട് ഫ്രൈറ്റൻഡ് ആവുന്നു. ഇതായിരുന്നു സീന്. ബട്ട് ദ ട്രെയിനർ മിസ്റ്റർ തോററ്റ് വാസ് നോട്ട് ഷുവർ ഓഫ് ദ ബിഹേവിയർ ഓഫ് ദ ടൈഗർ ആസ് ഹി ഹാഡ് നെവർ ലെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ഓൺ ഇറ്റ്സ് ഓൺ. യെസ്, ഈ ഒരു കാര്യം മിസ്റ്റർ തോററ്റ്, അതായത് ട്രെയിനറിനോട് സത്യജിത്ത് റേ പറഞ്ഞ സമയത്ത് ഹി ആസ്ക്ഡ് മിസ്റ്റർ തോററ്റ്, ഈസ് ഇറ്റ് ഈസി ടു ട്രെയിൻ ഓർ ഈസ് ഇറ്റ് ഈസി ടു ടേക്ക് ദ ഷോട്ട് അല്ലേ? ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈസിയാണോ ടൈഗറിനെ ഫ്രീ ആയിട്ട് ബാംബു ഗ്രോവിലോട്ട് വിടാൻ ഈസിയാണോ എന്ന് ചോദിച്ചപ്പോൾ മിസ്റ്റർ തോററ്റ് വാസ് നോട്ട് ഷുവർ ഓഫ് ദ ബിഹേവിയർ ഓഫ് ദ ടൈഗർ. യെസ്, ടൈഗറിൻ്റെ ബിഹേവിയറിൽ മിസ്റ്റർ തോററ്റിന് പോലും ഒരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് വർ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ഇൻ ബ്രിങ്ങിങ് ദ ടൈഗർ ബിഫോർ ദ ക്യാമറ. ഈ ഒരു ആൻസർ നിങ്ങൾ നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതുക, ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട്. ഓക്കെ, ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what does the expression to go down the drain mean? To go down the drain എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എക്സ്പ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, the expression to go down the drain means to be wasted or to become useless. യെസ്, അതായത് ഒരു ഉപകാരവും ഇല്ലാത്ത ആയി മാറുക, അതായത് നമ്മളുടെ കഷ്ടപ്പാടുകളൊക്കെ പാഴായി പോവുക. ദി എഫേർട്സ്, നമ്മൾ എടുക്കുന്ന എഫേർട്സൊക്കെ പാഴായിട്ട് പോകുക. ദെയർ എഫേർട്സ് ടു മേക്ക് എ നാച്ചുറൽ സീൻ. എന്താണ് അവരുടെ എഫേർട്ട് എന്ന് പറയുന്നത്? ടൈഗറിനെ വെച്ചിട്ട് ഒരു നാച്ചുറൽ സീൻ സെറ്റ് ചെയ്യുക. ആ ഒരു സീൻ ടൈഗർ നന്നായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദോസ് എഫേർട്സ് വിൽ ബി ഇൻ യൂസ്ലെസ്. അത് ഭയങ്കര യൂസ്ലെസ് ആയി പോവും അല്ലേ? അല്ലെങ്കിൽ വേസ്റ്റായി പോവും, അവരുടെ സമയവും എഫേർട്ടും എല്ലാം പാഴായി പോവും. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ, ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് മിസ്റ്റർ തോററ്റ്സ് സജഷൻ ടു കൺട്രോൾ ദ ടൈഗർ? ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തോററ്റ് സജസ്റ്റ് ചെയ്ത കാര്യം എന്താണ്? യെസ്, Thorat suggested that he would tie a thin but strong wire around the tiger's neck to control the tiger. Yes, ടൈഗറിൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം പ്രകടമാവുകയാണെങ്കിൽ അവരുടെ സീന്, ആ ഒരു ഷോട്ട് തന്നെ അവർക്ക് നഷ്ടമായി പോകും അല്ലേ? ഒരുപാട് ആൾക്കാരുടെ ചിലപ്പോൾ ജീവൻ തന്നെ ആപത്തിലായി പോകും. സോ മിസ്റ്റർ തോററ്റ്, ദ ടൈഗേഴ്സ് ട്രെയിനർ, സെറ്റ് ഒരു സജഷൻ പറഞ്ഞു. എന്താണ് സജഷൻ? ഒരു തിൻ വയർ, ബട്ട് ഇറ്റ് വിൽ ബി വെരി മച്ച് സ്ട്രോങ് വയർ. ആ ഒരു സ്ട്രോങ് വയർ ടൈഗറിൻ്റെ നെക്കിൽ കൂടി ടൈ ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത് പിടിക്കാം. സോ ദ ടൈഗർ won't attack anyone or tiger's behavior won't affect any people. So that's all about that question. Question number 13. What made Ray think of a collar made of tiger skin? യെസ്, ടൈഗർ സ്കിൻ യൂസ് ചെയ്തിട്ട് ഒരു കോളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റേയിനെ ചിന്തിപ്പിച്ചത് എന്താണ്? യെസ്, റേ തോട്ട് ദാറ്റ് ദ വയർ ഡയറക്ട്ലി ടൈഡ് ടു ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ഫ്ലാറ്റൻ ഇറ്റ്സ് നെക്ക് ഹെയർ. അതെ, ഒരു തിൻ വയർ ടൈഗറിൻ്റെ കഴുത്തിലെ കൂടി ചുറ്റാമെന്ന് തോറട്ട് പറഞ്ഞപ്പോൾ
സത്യജിത് പറഞ്ഞത് എന്താണ്? യെസ്, ആ ഒരു വയറ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും അല്ലേ? കഴുത്തിൽ അതിൻ്റെ ഹെയറൊക്കെ ഫ്ലാറ്റായിട്ട് കാണിക്കും. സോ ഇറ്റ് വിൽ ബി ആർട്ടിഫിഷ്യൽ. അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ കാര്യത്തിന് സത്യജിത് റായ്ക്ക് താല്പര്യമില്ല. സോ ഹി തോട്ട് ഓഫ് എ ടൈഗർ സ്കിൻ കോളർ ആൻഡ് ടൈയിങ് വൺ എൻഡ് ഓഫ് ദ വയർ ടു ദ കോളർ ആൻഡ് അവോയ്ഡ് ദാറ്റ് പ്രോബ്ലം. യെസ്, ഒരു കോളർ ഉണ്ടാക്കുക ടൈഗർ സ്കിൻ കൊണ്ട്, എന്നിട്ട് അതിൽ ചുറ്റുക. സോ അങ്ങനെയാകുമ്പോൾ ആ ഹെയർ ഫ്ലാറ്റൻ ചെയ്യില്ല. സോ ഇറ്റ് വിൽ ലുക്ക് നാച്ചുറൽ. അതാണ് സത്യജിത് റേ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാർഗം. മൂവിങ് ടു ദ 14th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മിസ്റ്റർ തോററ്റ് ബ്രിങ് 2 ടൈഗേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 1? ഒരു ടൈഗറിന് പകരം 2 ടൈഗേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മിസ്റ്റർ തോററ്റ്. എന്തിനു വേണ്ടിയാണ്? യെസ്, മിസ്റ്റർ തോററ്റ് ഡിസൈഡഡ് ടു പ്ലേ ഇറ്റ് സേഫ്. If one tiger did not behave well, they could use the other one. യെസ്, ഒരു ടൈഗർ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ മറ്റേ ടൈഗറിനെ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് പ്രീ പ്ലാൻഡ് ആയിട്ട് സേഫ് പ്ലേക്ക് വേണ്ടിയിട്ട് തോററ്റ് 2 ടൈഗേഴ്സിനെ കൊണ്ടുവന്നത്. To the next question, 15th one. Why was Mr. Thoret taken aback? എന്തുകൊണ്ടാണ്? യെസ്, when he opened the cage, the tiger sprang out and started prancing around instead of walking sedately. യെസ്, നല്ല രീതിയിൽ കൂളായിട്ട് നടക്കുന്നതിന് പകരം ടൈഗർ ചെയ്ത എന്താണ്? കേജ് ഓപ്പൺ ചെയ്ത സമയത്ത് യെസ്, അത് ചാടുന്നു, ഓടുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു അല്ലേ? ഇറ്റ് ജംപ്ഡ് ആൻഡ് റോൾഡ് അബൌട്ട് ദി ട്രെമൻഡസ് ഇൻതൂസിയാസം. യെസ്, ആവേശം കൊണ്ട് അത് ചാടുന്നു, തുള്ളുന്നു, ഒന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ, എന്താണ് സംഭവിക്കുക എന്ന്. സോ മിസ്റ്റർ തോററ്റ് വാസ് ടേക്കൺ അബാക്ക് അറ്റ് ദിസ് അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് ദ ടൈഗർ. ടേക്കൺ അബാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേടിച്ചു പോയത്. എന്തുകൊണ്ടാണ് പേടിച്ചു പോയത് മിസ്റ്റർ തോററ്റ് എന്നതാണ് ചോദ്യം. സോ അതാണ് ആൻസർ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈഗറിൻ്റെ ബിഹേവിയർ കണ്ടപ്പോൾ കേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത് ടൈഗറിൻ്റെ ബിഹേവിയർ കണ്ടപ്പോഴായിരുന്നു മിസ്റ്റർ തോററ്റ് ഒന്ന് ഭയപ്പെട്ടത്. ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 16th ക്വസ്റ്റ്യൻ. What might be the reason for the tiger's unexpected behavior? യെസ്, ടൈഗറിൻ്റെ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ബിഹേവിയറിൻ്റെ റീസൺ എന്തായിരിക്കും? യെസ്, the bamboo grove might have attracted the tiger and reminded it of its own natural habitat. യെസ്, ടൈഗറിനെ നമ്മൾ കാണുന്നത് എവിടെയാണ്? യെസ്, ഫോറസ്റ്റിലാണ് അല്ലേ? സോ കേജിൽ നിന്നും ഫോറസ്റ്റിലേക്ക്, ബാംബൂ ഗ്രോവിലേക്ക് ഇറക്കിയ ടൈഗറിനെ അതിൻ്റേതായ വളർന്നു വന്ന സാഹചര്യവും അതൊക്കെ ഓർത്തിട്ടായിരിക്കും മിക്കവാറും ടൈഗർ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ഒരുപാട് ടൈം യാത്ര ചെയ്തിട്ടുണ്ടാണ് ബാംബൂ ഗ്രോവിൽ ടൈഗർ എത്തിയത്. സോ അതിൻ്റെ ഒരു ഇറിറ്റേഷനോ അതൊക്കെ ആയിരിക്കാം ടൈഗർ ബിഹേവ് ചെയ്യാൻ കാരണം. ദിസ് ഈസ് മൈ ആൻസർ. എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് വേറെ സജഷൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് തോന്നിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, ബാംബൂ ഗ്രോവ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റാണ്. സോ ആ ഒരു നാച്ചുറൽ സീനറി ആനിമൽസിനെ എന്തുകൊണ്ടും അട്രാക്റ്റ് ചെയ്യും അല്ലേ? സോ അങ്ങനെ ടൈഗറിനെ അട്രാക്റ്റ് ചെയ്തതാകാം. അല്ലെങ്കിൽ 2 മണിക്കൂർ ജേണി ഉണ്ട് അല്ലേ? അറൗണ്ട് 2 hours ജേണി ഉണ്ട് ഷ്യൂരിയിലേക്ക്. സോ ആ ഒരു ജേണിയിലുണ്ടായ ടയേർഡും എല്ലാം കൊണ്ടും അതിന് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടാകാം. സോ പിന്നെ എന്താണ്, അവിടെ ഒരു ക്രൗഡ് വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ ടൈഗറിനെ കാണാൻ. സോ എല്ലാം കൂടി ടൈഗറിന് അസ്വസ്ഥതയായിട്ട് ആയിരിക്കാം അതിൻ്റെ ബിഹേവിയർ ഡിഫറെൻ്റായിട്ട് തോന്നിയത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് റേ ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ഹ്യൂമറസ്ലി? യെസ്, എന്താണ് ആ ഒരു സമയത്ത് സത്യജിത് റേ ആ ഒരു സിറ്റുവേഷൻ ഹ്യൂമറസ് ആയിട്ടാണ്
പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ്? യെസ്, ടൈഗറിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ മിസ്റ്റർ തോററ്റിനെയൊക്കെ ഭയപ്പെടുത്തി അല്ലേ. ഹി ഡിസ്പറേറ്റ്ലി ട്രൈ ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. യെസ്, മിസ്റ്റർ തോററ്റ് അതിനെ പരമാവധി കൺട്രോളിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വിതൗട്ട് സക്സസ്. യെസ്, ഒരു സക്സസ് ഇല്ലായിരുന്നു. അതിന് ടൈഗറിൻ്റേതായ സ്വഭാവ രീതിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്ത് സത്യജിത് റേ ഹ്യൂമറസ്ലി സേസ് ദാറ്റ് ഇറ്റ് വാസ് ആസ് ഇഫ് ദേ വേ വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് ഫ്രീ ഓഫ് കോസ്റ്റ്. യെസ്, കാശൊന്നും കൊടുക്കാതെ പുതിയ തരം ഒരു സർക്കസ് കാണുന്നൊരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് ടൈഗറിൻ്റെ ആക്ഷൻസൊക്കെ കണ്ട സമയത്ത്. ഇതാണ് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ സത്യജിത് റേ ആ ഒരു സിറ്റുവേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. To the 18th question, what did Ray mean when he said this should have been the end of the story? Yes, ഇതാണ് കഥയുടെ അവസാനം ആകേണ്ടിയിരുന്നത്. അതായത് സത്യജിത് റേ പറയുന്ന കഥയുടെ അവസാനം ആകേണ്ടിയിരുന്നത് ഇതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല. എന്താ കാരണം? യെസ്, റേ meant that they could take the required shots when the tiger had calmed down. യെസ്, ടൈഗറിനെ ഒന്ന് കാം ചെയ്തതിന് ശേഷം അവർക്ക് പറ്റിയ ഷോട്ട്സൊക്കെ എടുക്കാം എന്നായിരുന്നു റേ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. ടൈഗർ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശാന്തനായി അവർക്ക് വേണ്ട ഷോട്ട്സൊക്കെ എടുത്തു. പക്ഷേ സംതിങ് വെൻറ്റ് റോങ് ആൻഡ് ദേ ഹാഡ് ടു ഡു ഓൾ ഇറ്റ് എഗെയിൻ. യെസ്, പക്ഷേ എന്തോ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഷൂട്ടൊക്കെ ഒന്നുകൂടി ചെയ്യേണ്ടി വന്നു. To the 19th question, why was Mr. Thorett asked to give it another go? Yes, തോററ്റിനോട് ഒന്നുകൂടി ടൈഗറിനെ ഒരു ദിവസം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാ? യെസ്, ദി ക്യാമറ ഹാഡ് നോട്ട് വർക്ക്ഡ് പ്രോപ്പർലി. അവർ ഷൂട്ട് ചെയ്ത ക്യാമറ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഒരുപാട് ഷോട്ട്സ് അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ടൈഗറിൻ്റെ. സോ ഓൾ ദി ഷോട്ട്സ് ദേ ടുക്ക് വെർ ടു ഡാർക്ക്. ഭയങ്കര ഡാർക്കായിപ്പോയി അല്ലേ. ആൻഡ് ദി ടൈഗർ വാസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി മേർജ്ഡ് വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീസ് ആൻഡ് ലീവ്സ്. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള സെൻറ്റൻസസ് ആണ്. സോ യു ഷുഡ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റെഫർ ബിഫോർ റൈറ്റിംഗ് ദിസ് ആൻസർ. ഈ സെൻറ്റൻസസ് ഒക്കെ ടെക്സ്റ്റിലുള്ളതാണ്. സോ നിങ്ങളത് നോക്കി അതിൻ്റെ മീനിങ്സൊക്കെ എഴുതണം. ഓക്കെ, ആ ഒരു മീനിങ് അതിൻ്റേതായ ഒരു മീനിങ്ങിൽ എഴുതണം. ടൈഗറിന് വെച്ചിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ക്യാമറ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല ടൈഗറിനെ ഒരു ഡാർക്കായിട്ടാണ് കണ്ടത്. മിക്കവാറും മരങ്ങൾക്കിടയിലും ഇലകൾക്കിടയിലും ഒക്കെ ആയിട്ട് ടൈഗറിനെ കാണാതെ പോവുകയും ചെയ്തു. സോ റേ ആസ്ക്ഡ് മിസ്റ്റർ തോററ്റ് ടു ഗിവ് ഇറ്റ് അനദർ ഗോ ആൻഡ് ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ എഗെയിൻ. സോ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടി തോററ്റിനോട് ചോദിച്ചു ടൈഗറിനെ വിട്ടുതരാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മൂവിങ് ടു ദ 20th question, വാട്ട് വാസ് ദ മാജിക് പെർഫോംഡ് ബൈ ദ ടൈഗർ? എന്താണ് ടൈഗർ പെർഫോം ചെയ്തൊരു മാജിക്കലായിട്ടുള്ളൊരു കാര്യം? യെസ്, തോററ്റ് കേജ് ഓപ്പൺ ചെയ്ത സമയത്ത് ദി ടൈഗർ ചാർജ്ഡ് അറ്റ് ദ വില്ലേജേഴ്സ് ഗ്യാതേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. ദി ക്രൗഡ് മെൽറ്റഡ് എവേ ഇമ്മീഡിയറ്റ്ലി ആസ് ഇഫ് ഇൻ എ മാജിക്. ഈ ഒരു സെൻറ്റൻസും ടെക്സ്റ്റിലുള്ളതാണ്. എന്താ പറയുന്നത്? രണ്ടാമത്തെ തവണ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തോററ്റ് കേജ് തുറന്നപ്പോൾ സെയിം ചാടി വീഴുക ചെയ്തത്. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു മാജിക്കൽ പെർഫോമൻസ് ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്തത്. കാരണം എന്താണ്? യെസ്, വില്ലേജേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ടൈഗർ ചാടി വീണ സമയത്ത് വില്ലേജേഴ്സൊക്കെ ക്രൗഡൊക്കെ എങ്ങോട്ടോ മാഞ്ഞുപോയി, എങ്ങോട്ടോ അലിഞ്ഞു പോയ പോലെ തോന്നി. കാരണം പിന്നീട് ആരെയും ആ ഭാഗത്ത് കണ്ടില്ല. സോ മൂവിങ് ടു ദ 21st question, വാട്ട് വാസ് റിയലി റിക്വയർഡ് ഓഫ് ദി ടൈഗർ ഇൻ ദാറ്റ് സീൻ? യെസ്, എന്താണ് ആ സീനിൽ റിക്വയർ ചെയ്തത്? ടൈഗർ എന്ത് ചെയ്യണമെന്നാണ് സത്യജിത് റേയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നത്? യെസ്, ദി ടൈഗർ വാസ് റിക്വയർഡ് ടു വാക്ക് സെഡേറ്റ്ലി ഓവർ ടു ദ സ്പോട്ട് they had chosen and pace about quietly without paying any attention to the actors. Yes, ഒരു അവിടെ ഉള്ള രണ്ട് ആക്ടേഴ്സ് അല്ലേ, ആ ഒരു രണ്ട് ആക്ടേഴ്സിനെയും കഥാപാത്രങ്ങളെയും നോക്കാതെ ജസ്റ്റ് ഒന്ന് നടന്നു പോവുക, തിരിച്ചു വരിക, അത്ര മാത്രമേ ടൈഗറിന് ആ ഒരു ഷോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു സീനിൽ ആക്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ.
So moving to the 22nd question, what did Ray and his team realize 2 days later? യെസ്, 2 ദിവസം കഴിഞ്ഞ സമയത്ത് എന്താണ് സത്യജിത് റേയും അവരുടെ ടീം മെമ്പേഴ്സും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ഷൂട്ടിന് ശേഷം? യെസ്, ദേ റിയലൈസ്ഡ് ദാറ്റ് ക്യാമറ വർക്ക്ഡ് പ്രോപ്പർലി. യെസ്, അവരുടെ ക്യാമറ ആ സമയത്ത് നന്നായി വർക്ക് ചെയ്തു. അതുമാത്രമല്ല, അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഷോട്ട്സൊക്കെ വളരെ നന്നായിരുന്നു. സോ ഇതൊക്കെയാണ് പ്രൊജക്റ്റ് ടൈഗർ എന്ന ചാപ്റ്ററിലെ സത്യജിത് റേ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളായ പ്രൊജക്റ്റ് ടൈഗർ എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഭാഗത്തിൻ്റെയും പാരഗ്രാഫിൻ്റെയും സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണിത്. ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് നമുക്ക് പിന്നീട് നോക്കാം. സോ ഇഫ് യു ഫൈൻഡ് ദ വീഡിയോ ഇൻഫോർമേറ്റീവ്, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. സോ താങ്ക് യു.